ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഓൾഡ് എയർപോർട്ടിലുള്ള മിന്ന ഡിസ്ട്രിക്റ്റിലാണേ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. മുൻപ് ഞാൻ വന്നത് നൈറ്റ് ടൈമിലായിരുന്നു. ശരിക്കും ഇവിടുത്തെ ഒരു വൈബ് അറിയണ്ടെങ്കിൽ നൈറ്റിൽ തന്നെ വരണം, അതും വിൻ്റർ സീസണിൽ. പൊതുവെ സമ്മറിൽ ഇവിടെ ആരും വരാറില്ല, കാരണം അത്രയും ചൂടായിരിക്കും. മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടെ വിൻ്റർ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോഫി ഷോപ്സ്, ഹോട്ടൽസ്, ജ്യൂസ് ബാർസ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു ആർട്ട് ഗാലറി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ്സ്, പിന്നെ പെയിൻറ്റിങ്സ്, ഓരോ സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാനിവിടെ വന്നത് നോമ്പ് സമയത്താണ്, അതും രാവിലെ. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ഫോട്ടോസ് എടുക്കാനാണ് വരുന്നതെങ്കിൽ ഡേ ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അത്രക്കും അടിപൊളിയായിട്ടുള്ള ഫ്രെയിംസാണ് ഇവിടെയുള്ളത്. ഈ വാൾസിൽ കാണുന്ന ഫോട്ടോസൊക്കെ പെയിൻറ്റിങ്സാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്ലേസ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നേരെ മുന്നിൽ കടലാണ്. അതുപോലെ ഇതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരുപാട് ബിൽഡിങ്സ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് ഈ മിന്ന ഡിസ്ട്രിക്റ്റ്. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പ് കാലം ആയതുകൊണ്ട് വെയിലൊന്നും അങ്ങനെ അറിയുന്നില്ല. മാത്രമല്ല കടലിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് ചൂടൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കുറച്ച് അകലത്തോട്ടായിട്ട് 2 ക്രൂയിസസ് ഇവിടെ ഉണ്ട്. നൈറ്റായിരിക്കും ഇത് മിക്കവാറും പുറപ്പെടുന്നത്. കാരണം ഞാൻ മുന്നേ വന്ന സമയത്ത് ഈ ഷിപ്പ് മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മൾ ഈ കാണുന്ന പക്ഷിയാണ് പണ്ട് +1 ഇംഗ്ലീഷ് പാഠത്തിൽ പഠിച്ച സീഗിൾ. സീഗിളിൻ്റെ കഥ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും, പ്രത്യേകിച്ച് 2015-17 ബാച്ച് പഠിച്ചവർ. ഇങ്ങനെ കുറേ ദൂരം നടക്കുമ്പോൾ ഇവിടെ അടുത്തായിട്ട് ഒരു ഫിഷ് മാർക്കറ്റ് കൂടിയുണ്ട്. ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫോട്ടോ എടുക്കാൻ വന്നതല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം.